ഇടുക്കി തൊടുപുഴയിൽ പക്ഷാഘാതം വന്ന് റോഡിൽ കുഴഞ്ഞു വീണ ആൾ ആരും തിരിഞ്ഞു നോക്കാതെ കിടന്നത് മണിക്കൂറുകളോളമാണ്. പോലീസ് എത്തി ഫയർഫോഴ്സ് ആംബുലൻസിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആശുപത്രിയിലും ചികിത്സ നിഷേധിക്കപ്പെട്ടു. ഗുരുതര അനാസ്ഥ മൂലം ചുങ്കം സ്വദേശി ജയകുമാറിന് ചികിത്സയിലിരിക്കെ മരണപ്പെടുകയും ചെയ്തു. തൊടുപുഴ ചുങ്കം ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപം കഴിഞ്ഞ 14 വൈകിട്ടാണ് ജയകുമാർ കുഴഞ്ഞു വീഴുന്നത്. ഈ സമയം ഇതിലൂടെ കടന്നുപോയ പോലീസ് സംഘം ജയകുമാറിനെ കണ്ടിരുന്നു. എന്നാൽ മദ്യലഹരിയിൽ കിടക്കുന്നതാണെന്ന് കരുതി അവഗണിക്കുകയായിരുന്നു. പിറ്റേന്ന് പുലർച്ചെ വീണ്ടും പോലീസ് സംഘം എത്തിയപ്പോൾ ജയകുമാർ അവിടെ തന്നെ കിടക്കുന്നു. തുടർന്ന് ഫയർഫോഴ്സ് ആംബുലൻസിൽ ആശുപത്രിയിലെത്തിച്ചു. എന്നാൽ ആശുപത്രിയിലും ഇദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കപ്പെട്ടു. ജയകുമാറിന്റെ പേഴ്സിൽ നിന്നും മേൽവിലാസം പോലീസിന് ലഭിച്ചതാണ്. എന്നാൽ അടുത്ത ബന്ധുക്കളെ വിവരമറിയിക്കാനോ ചികിത്സ ഉറപ്പാക്കാനോ പോലീസിന് കഴിഞ്ഞില്ല. ഗുരുതരാവസ്ഥയിലെത്തിയ രോഗിയെ കാരിക്കോട് ജില്ലാ ആശുപത്രിയിലും അവഗണിച്ചു. വിവരമറിഞ്ഞ് ബന്ധുക്കൾ എത്തിയ ശേഷമാണ് പ്രാഥമിക പരിശോധന പോലും നടന്നത്. ഇത് ഡോക്ടറോടെ ഉണ്ടായിട്ടും മൈൻഡ് ചെയ്യുന്നില്ല. 5 മണിക്കൂറോളം ഞങ്ങൾ അറിയുന്നത് 8:30-9 ആയപ്പോഴാണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു 3 മണിയായപ്പോൾ വെളുപ്പിന് 3 മണിയായപ്പോൾ ഫയർഫോഴ്സുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് പറയുന്നു. അപ്പം ഞങ്ങൾ ചെല്ലുന്ന സമയം വെച്ച് നോക്കുക 5 മണിക്കൂറോളം പുള്ളി ചികിത്സയില്ലാതെ അവിടെ തന്നെ നടന്നു. അല്ല റോട്ടിലും അതിൽ കൂടുതൽ സമയം കിടന്നതാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പം ഇത്രയും സമയമായിട്ട് ആശുപത്രി എത്തിച്ചിട്ടും ചികിത്സ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് വല്ല പ്രയോജനമുണ്ട് കേട്ടോ. ഞങ്ങൾ അവഗണനയുടെ പരമ്പര അവിടെയും അവസാനിക്കുന്നില്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ച ഗുരുതരാവസ്ഥയിലുള്ള രോഗിക്ക് അവിടെയും മതിയായ ചികിത്സ നിഷേധിക്കപ്പെട്ടുവെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ടാണേലും നമ്മളിവിടുന്ന് സ്മിത ഹോസ്പിറ്റലിൽ നിന്നാണ് കാരിക്കോട് എന്നിട്ട് ഒന്നും ആയില്ലാത്തതുകൊണ്ട് സ്മിതയെ കൊണ്ടുപോയി കാണിച്ചിട്ട് അവിടുന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവർ സ്കാൻ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുന്നതല്ലാണ്ട് അവരും ഒന്നിനും ഒരു തീരുമാനമായിട്ട് പറയുന്നില്ല. ഇത് സ്കാൻ ചെയ്യാൻ ചെല്ലുമ്പോഴാണെങ്കിലും ആൾ അനങ്ങാൻ നടക്കുന്നില്ല, അതുകൊണ്ട് ഇന്ന് സ്കാൻ നടക്കിയാലെന്ന് പറയുന്നു. അപ്പോൾ അടുത്തടുത്ത് ചെല്ലുമ്പം അവർ പറഞ്ഞ് എക്സ്റേ എടുക്കാൻ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴാണെങ്കിലും ഈ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നതല്ലാണ്ട് ഒന്നിനും ഒരു തീരുമാനം എടുക്കുന്നില്ല അവർ. കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് ഈ മാസം 24-ന് ജയകുമാർ മരണത്തിന് കീഴടങ്ങി. അടിയന്തര ഇടപെടൽ നടത്തേണ്ട സർക്കാർ സംവിധാനങ്ങൾ കാട്ടിയ അനാസ്ഥയാണ് ഈ ജീവൻ നഷ്ടമാകാൻ ഇടയാക്കിയത് എന്നാണ് ആരോപണം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.